എൻ്റെ പ്രിയമുള്ളവരെ, ഈ വേദിയിൽ എനിക്ക് പൃഥുതുല്യനായ ശങ്കരാനന്ദ നാരായണൻ സാർ, ഉദ്ഘാടനം കഴിഞ്ഞുപോയ നമ്മുടെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റുള്ള ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും, അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനത്തേക്ക് മാറ്റിയത് ഞാൻ പറയുന്നത് കേൾക്കാൻ എത്ര ആളുണ്ടാവും. എൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന പ്രസിദ്ധ നടൻ നന്ദു, എൻ്റെ ഫറൂഖുകാരനും എൻ്റെ സുഹൃത്തുമായ ഇസ്മായിൽ സാഹിബ്, അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ അവസാന നിമിഷത്തിൽ ഇരിക്കുന്നത്. NVRൻ്റെ മൂത്ത മകനും മരുമകനും ഈ സ്റ്റേജിലുണ്ട്. ഒരു നേതാവിന് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ, ഇനി അങ്ങോട്ട് ഞാൻ എന്താണ് NVRക്ക് കൊടുക്കേണ്ടത്? എൻ്റെ ജീവനോ? NVR എന്നെ സ്നേഹിച്ചിരുന്നു. NVR ആണ് എന്നെ സഹകരണത്തിലെ ഒരു സഹകാരിയെ കണ്ടെത്തിയത്. സിറ്റി ബാങ്ക് ഉണ്ടാക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അതിനെതിരായിരുന്നു. അന്നത്തെ JR-ആയ ബേബി സാർ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, മന്ത്രി പറയുന്നു നിങ്ങൾ തുടങ്ങ്. ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങില്ല. സിറ്റി ബാങ്കിൻ്റെ ആദ്യത്തെ പ്രൊമോട്ടർ വിജയകൃഷ്ണനല്ല, ഒരു ബാബു ജേക്കബായിരുന്നു. പിന്നീട് സമ്മർദ്ദവും പാട്യൻ രാജൻ XMP വന്ന് നീ ചെയ്യുന്നത് ശരിയല്ല, NVR-ഓട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് എന്നെ ഫറൂഖിൽ നിന്ന് എൻ്റെ വീട് വിപ്പിച്ച് കോഴിക്കോട്ട് കൊണ്ടുവന്ന് സിറ്റി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാക്കി. അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 13 കൊല്ലം കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇങ്ങനൊരു സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടായിട്ടുണ്ടായില്ല. വെറും 7 ലക്ഷം റുപ്യ ഷെയർ പിരിച്ച് ഞാനും കുറുപ്പേട്ടനും ഒക്കെ അടക്കി ആളുകൾ കോഴിക്കോട്ടെ നല്ലവരായവരടുത്തുനിന്ന് ഷെയർ പിരിച്ച് തുടങ്ങിയ ഈ പ്രസ്ഥാനം
അന്ന് NVR ആലോചിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ മരിച്ചു പോയാലും എൻ്റെ പേര് നിലനിർത്താൻ ഈ സിറ്റി സർവീസ് സഹകരണ ബാങ്കിന് കഴിയും എന്നാലോചിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട NVR ക്യാൻസർ സെൻറ്റർ. ഇതൊരു വെറും ക്യാൻസർ സെൻറ്റർ അല്ല. 2027 എനിക്കും എൻ്റെ ടീമിനും ആയുസ്സുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ക്യാൻസർ സെൻറ്റർ കന്നഡി ക്യാൻസർ സെൻ്ററാണ്. അതിനപ്പുറത്തേക്ക് പടുത്തുയർത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. 2015 നവംബർ 13 ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, 2017 ജനുവരി ഉണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്തിരുന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് ചോദിച്ചു, ഇത്രമാത്രം ആത്മവിശ്വാസം നല്ലതാണോ? ഞാൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല. ആത്മവിശ്വാസമല്ല, ആത്മാർത്ഥതയാണ്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടി ജീവിക്കണമെന്ന് പറയുന്ന പൊതുപ്രവർത്തകനല്ല ഞാൻ. ഇന്ന് ഈ നിമിഷം അതാണ് നമ്മുടെ മുമ്പിലൊക്കെ ഉള്ളത്. അതിനുള്ളിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും ഒരു പൊതുപ്രവർത്തകന്? നാളെ മന്ത്രിയാവാനോ MLA ആവാനോ മറ്റൊന്നിനും ഞാൻ തയ്യാറല്ല. മതി. ജീവിതത്തിൽ 57 വയസ്സ്, അതിനിടയിൽ ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യങ്ങൾ. എൻ്റെ ബാങ്ക് ഒരു ദിവസം 27 ആളുകൾക്ക് പൂർണ്ണമായി ഫ്രീ ആയി കൊടുക്കുക. ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, 30% പറഞ്ഞിട്ട് ഇതൊരു തട്ടിപ്പാണോ? അതൊക്കെ കാലം മനസ്സിലാക്കും. കാലമാണ് പറയേണ്ടത്. വിജയകൃഷ്ണനും ടീമും പറഞ്ഞത് തട്ടിപ്പാണോ അല്ല അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത്. അതിന് നമുക്ക് കുറച്ച് കാലത്തെ കാത്തിരിക്കാം. ഒരു രോഗി പോലും, ഒരു ക്യാൻസർ രോഗി പോലും ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ക്യാൻസർ എങ്ങനെ ഉണ്ടാവാതിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ച്, ലോകത്തെ ഏറ്റവും വലിയ റിസർച്ച് സെൻ്റർ ആയിരിക്കും NVR ക്യാൻസർ സെൻ്റർ. വലിയ വേദനകളൊക്കെയാണ് ഈ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ ഞാൻ ഒരു സഹകാരി എന്നുള്ള അനുഭവിച്ച്. ഞങ്ങൾക്ക് നേരെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ബാങ്ക് സർവീസ് സഹകരണ ബാങ്കിന് എതിരായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ബാങ്കിൻ്റെ ചിത്രമാണ് TV വരുന്നത്. അങ്ങനെ ഞങ്ങൾ ദ്രോഹിച്ചു. ഇതൊരു ഘട്ടത്തിൽ നിന്നു പോകുമെന്ന് ഞാൻ ആലോചിച്ചു. സഹകരിക്കേണ്ട സഹകരണ സ്ഥാപനമാണ് ജില്ലാ സർവീസ് സഹകരണ ബാങ്ക്, ജില്ലാ ബാങ്ക്. ചെക്കുകൾ മടക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴും 20 ചെക്കുകൾ മടക്കിയിരിക്കുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. പണം മുഴുവൻ ജില്ലാ ബാങ്കിലാണ്. ഞാൻ ഒരു സഹകാരി എന്ന് സഹകരണത്തിനെ സ്നേഹിക്കുന്ന ആൾ എന്നുള്ളത് കൊണ്ട് മുഴുവൻ ഇതും സഹകരണ സ്ഥാപനങ്ങളിലാണ് ഉള്ളത്, ഞങ്ങളുടെ ഡിപ്പോസിറ്റ്. പക്ഷേ ഈ സൗജന്യ ചികിത്സ കൊടുക്കാനൊക്കെ നമുക്ക് പണം വരും. കുറച്ച് വിശ്വാസക്കാരനാണ് ഞാൻ. പണം എവിടുന്നെങ്കിലും വരും. നല്ലത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരോടാണ് ഇതിന് നന്ദി പറയേണ്ടത്? NVR മുകളിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവാം. വിശ്വാസികൾ പറയുന്നുണ്ട്, ആത്മാവ് മേലെ ഇരിക്കുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ ജീവനക്കാർ, എൻ്റെ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജീവനക്കാർ, ഇവിടെയുള്ള കരാറുകാരൻ, എഞ്ചിനീയർമാർ, ഇവിടെ ഓരോ കല്ലെടുത്ത് വെച്ച തൊഴിലാളികൾ, അവരോടൊക്കെയുള്ള കടപ്പാട് വാക്കുകളിൽ ഒതുക്കുന്നില്ല. ഇവിടേക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കലാകാരന്മാരെ 3 മാസത്തിൽ ഒരിക്കൽ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ആരാണ് നല്ല കലാകാരന്മാർ എന്നൊന്നും എനിക്കറിയില്ല. മഞ്ജു വാര്യർ പോയില്ല. ഏതാണ് കലയുടെ രൂപമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കലാകാരനല്ല. കലയെ കാണാറുണ്ട്, സിനിമ കാണാറുണ്ട് എന്നത് ഒഴിച്ചാൽ. പക്ഷെ ലോകത്തുള്ള എല്ലാ കലാകാരന്മാരെയും ഇന്നലെ ISRO മാധവൻ നായർ ഈ കമ്പൗണ്ടിൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് പുതിയ ടെക്നോളജി
ആ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ലോകത്തെ ഏറ്റവും വലുതാക്കി ആക്കിയെടുക്കാൻ കഴിയും ഈ ഹോസ്പിറ്റൽ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് വിജയകൃഷ്ണൻ? അതിന് പൂർണ്ണമായിട്ടും എന്നെപ്പോലത്തെ ആളുകളുടെ അല്ലെങ്കിൽ ISROൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു പോയത്. ഓരോരുത്തരും വേദനിപ്പിച്ച ആളുകളുണ്ട്, അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. എന്നെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ച ആളുകളുണ്ട്, അത് ഇതിനു വേണ്ടി മാപ്പല്ല 100 മാപ്പ് പറയാൻ തയ്യാറാണ്, എത്ര താഴാനും തയ്യാറാണ്. എൻ്റെ ഒരു ബലഹീനതയാണ് അത് എന്നാരും ധരിക്കരുത്. ഈ സ്ഥാപനത്തിന് വേണ്ടി വ്യക്തിപരമായി എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ആളുകളോട് മുഴുവൻ പറഞ്ഞു, എനിക്കൊരു മകനാണുള്ള, അവൻ്റെ കല്യാണത്തിന് ഞാൻ വന്ന് നിങ്ങളെ വിളിക്കില്ല, പക്ഷെ ഇതിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. എന്തെങ്കിലും ആവാൻ വേണ്ടി, ആളാവാൻ വേണ്ടിയല്ല വിജയകൃഷ്ണനും വിജയകൃഷ്ണൻ്റെ ടീമും. നാളെ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലുമല്ല. പക്ഷെ ഒരു മനുഷ്യായുസ്, ആ മനുഷ്യായുസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഏതെങ്കിലും കുറച്ച് ആളുകളെങ്കിലും നല്ലത് എന്ന് പറയുമല്ലോ. ആ വാക്കുകൾ മാത്രം ഇന്ന് ഈ വേദിയിൽ നമുക്ക് വേണ്ടി സംസാരിച്ച ആളുകൾ മുഴുവൻ പറഞ്ഞ, മുഖ്യമന്ത്രി വരൂലേ വരോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ടല്ലോ, അവരോടൊക്കെയുള്ള മറുപടി ഇപ്പം മനസ്സിലായല്ലോ. നല്ലത് ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യനും വരും, നല്ലത് ചെയ്യണം എന്ന് ബോധമുണ്ടാവണം. ഏതായാലും സുഹൃത്തുക്കളെ, ജീവിതത്തിലെ വലിയൊരു ദിവസം ഇന്നലെ മലയാള മനോരമ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മലയാള മനോരമ 2 പ്രാവശ്യമാണ് ഇപ്പോൾ മുഖപ്രസംഗം എഴുതുന്നത്. എൻ്റെ പേരതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാക്കുകളില്ല. എന്നെപ്പോലെ ഒരു സാധാ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. ആ അംഗീകാരമൊക്കെ തരുന്നത് എൻ്റെ ജീവനക്കാർ, എൻ്റെ ഇവിടുത്തെ ആളുകൾ, അവരൊക്കെ എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. കപ്പിത്താനും മാത്രം കപ്പൽ കൊണ്ടുപോകാൻ കഴിയില്ല, എല്ലാ ആളുകളും വേണം. ആ എല്ലാ ആളുകളും ഉണ്ടാവും. ഈ രാജ്യം, ഈ ചൂലൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ എത്തുകയാണ് ഇന്നത്തോടുകൂടി. ഇവിടെ അത്യാധുനിക സ്കൂളുകൾ ഉണ്ടാവാം, തിയേറ്ററുകൾ ഉണ്ടാവാം. ഏതൊക്കെ രീതിയിൽ അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ നിങ്ങളോട് കഴിയില്ല. ഏതൊക്കെ രീതിയിൽ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ നല്ലതുണ്ടോ. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദുബായിലെ 74-ലുള്ള രാജാവ്, ഇപ്പോഴത്തെ രാജാവല്ല. അദ്ദേഹം അന്ന് വെറും പൂഴി മാത്രമുള്ള സ്ഥലത്തേക്ക് ലോകത്തിനെ വിളിച്ചു കൊണ്ടുപോയി. ഇന്ന് കാണുന്ന ദുബായ് അല്ല, 74 മാസ്റ്റർ പ്ലാനായിരുന്നു. അതുപോലെ ഈ ചൂലൂര്, ഈ ചാത്തമംഗലം പഞ്ചായത്ത് NITO കൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മറ്റ് IIM കൊണ്ടൊന്നും ആയിരിക്കില്ല. ഈ സെൻറ്റർ കൊണ്ട് ഇതെല്ലാ തലത്തിനും വിപുലീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു പരിചയമില്ലാത്ത തിരുമേനി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി. ഒരു പരിചയമില്ല, തിരുമേനിയുടെ പേരെനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കും. ക്യാൻസർ എന്താണെന്ന് അനുഭവിച്ചത് കൊണ്ടാണ് തിരുമേനി ഇവിടെ എത്തിയത്. നമുക്കാർക്കും ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിൻ്റെ ഒരു റിസർച്ചാണ് ഇവിടെ നടക്കേണ്ടത്. ഇന്നത്തെ ചടങ്ങിൽ വന്നിട്ടുള്ള എല്ലാ ആളുകളോടും ഞാൻ അവസാനിപ്പിക്കുന്നു.